സൂറത്തുൽ മറിയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 6 ആയത്ത് വരെയാണ് നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 7-ാമത്തെ ആയത്ത് മുതൽ 11-ാം ആയത്ത് വരെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് മറിയം, മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇങ്ങനെ മഹദിമാരും പ്രവാചകന്മാരും അടങ്ങിയ മഹത്തുക്കളുടെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്ന സൂറത്താണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സന്താനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുന്ന ഭാഗമാണ് സൂറത്ത് മറിയമിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്. രാത്രിയിൽ ഇരുന്ന് അള്ളാഹുവിനോട് അകമഴിഞ്ഞ് പ്രാർത്ഥന നടത്തി പ്രായമേറിയ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് നല്ല ഒരു മോനെ വേണമെന്ന്, ആ മകൻ അള്ളാഹുവിന്റെ തൃപ്തിയുള്ള മകനാകണം, ആ മകൻ എന്റെ പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കുന്ന മകനാകണം, യരിസുനി വയരിസു മിൻ ആലി യാഖൂബ വജഅൽഹു റബ്ബി റളിയ, എന്റെ പരമ്പരയെ കാത്തുസൂക്ഷിക്കുകയും എന്റെ ദീനിന് അനന്തരമെടുക്കുകയും വജഅൽഹു റബ്ബി റളിയ, അല്ലാഹുവിന്റെ പൊരുത്തമുള്ള നല്ല തൃപ്തിയുള്ള ഒരു മോനായി മാറുകയും വേണം. അങ്ങനെയുള്ള നല്ല സ്വാലിഹായ ഒരു മോനെ എനിക്ക് വേണമെന്ന പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ആ പ്രാർത്ഥനയ്ക്ക് പിന്നീട് എന്തുണ്ടായി? അല്ലാഹു തആല ഉത്തരം നൽകുന്നു. അല്ലാഹു തആല സമാധാനപരമായ ഒരു സന്ദേശം നൽകുകയാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ പ്രാർത്ഥിച്ച് ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ മിഹ്റാബിൽ ആരാധനയിലായി കഴിയുന്ന മുറിയിൽ ഇരിക്കുന്ന സമയത്ത് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സന്തോഷ വാർത്ത വരുന്നു. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. സക്കരിയ നബിയെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയാണ്, ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ബിഗുലാമിൻ, ഒരു നല്ല മോനെ, ഒരു കുട്ടിയെ നിങ്ങൾക്ക് തരാൻ വേണ്ടി തീരുമാനിച്ച സന്തോഷം അറിയിക്കുന്നു. കുട്ടിയെ കൊടുക്കുക എന്ന് മാത്രമല്ല സന്തോഷമല്ല പറയുന്നത്, ഇസ്മുഹു യഹ്യ, കുട്ടിയുടെ പേരും കൂടെ അല്ലാഹു തആല അങ്ങ് നൽകുകയാണ്. പേരെന്താണ്? കുട്ടിയുടെ പേര് യഹ്യ എന്നാണ്. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ, ഇതിനു മുമ്പ് അങ്ങനെ ഒരു പേര് എവിടെയും ആർക്കും നൽകിയിട്ടില്ല. ആ പേരൊരാൾക്കും ഇട്ടിട്ടില്ല. അങ്ങനെ ഒരു പേര് കേട്ടിട്ടും ഇല്ല. അങ്ങനെയുള്ള നല്ല ഒരു പേര് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകന് വേണ്ടി അല്ലാഹു തആല സന്തോഷം അറിയിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച് അവസാനം അല്ലാഹു തആല നല്ല ഒരു സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുകയാണ്. ഇജാബത്ത് ലഭിച്ചു ഈ പ്രാർത്ഥനയ്ക്ക്. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. ഇവിടെ മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്, ഈ അല്ലാഹു തആല നൽകുന്ന ഈ ഇജാബത്ത്, ഈ പറഞ്ഞ ഈ കാര്യത്തിൽ, ഈ സന്തോഷ വാർത്തയിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അതെന്താണ്? അഹദുഹാ ഇജാബത്തു ദുആഇഹി, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ദുആഇന് ഉത്തരം കിട്ടി എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദുആഇന് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും ഉത്തമമായ സമയങ്ങളിൽ ഒന്നാണ് രാത്രിയിൽ, പാതിരാത്രിയിൽ എഴുന്ന് തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്.
ആ പ്രാർത്ഥനയാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയത്. അപ്പൊ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആഇന് ഇജാബത്ത് കിട്ടി. വഹിയ കറാമത്തുൻ, അത് അത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ്, അമാനുഷികമായ വലിയ മഹത്വങ്ങളിൽപ്പെട്ട ഒന്നാണ്. വസാനി, രണ്ടാമത്തത് എന്താണ്? ഇഅ്താഉൽ വലദ വഹുവ ഖുവ്വത്തുൻ, മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത് എനിക്ക് നല്ല ഖുവ്വത്തുള്ള, എന്റെ ദീനിനെ കൈകാര്യം ചെയ്യാൻ പറ്റിയ നല്ല ഒരു മോനെ വേണമെന്നാണ്. അങ്ങനെ തന്നെയുള്ള ഒരു മോനെയാണ് അല്ലാഹു നൽകിയത്. സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു തആല അത് പറയുന്നുണ്ട്. ഇതേ വിഷയം തന്നെ അല്ലാഹു ആൽ ഇംറാനിൽ പറയുന്നു, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. സക്കരിയ നബിയുടെ പ്രാർത്ഥന അല്ലാഹു സൂറത്ത് ആൽ ഇംറാനിൽ പറയാൻ, പഠിച്ചവനെ എനിക്ക് നല്ലൊരു മോനെ തരണം അല്ലാഹുവിനോട് ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്തപ്പോഴാണ് ഫനാദത്തുൽ മലായികതു, മലക്കുകൾ വിളിച്ചു മഹാനായ സക്കരിയ നബിയെ സന്തോഷമറിയിക്കാൻ. വഹുവ ഖായിമു യുസല്ലി ഫിൽ മിഹ്റാബ്, അവരെവിടെയാണ്? സക്കരിയ നബി മിഹ്റാബിൽ, അവരുടെ നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിസ്കരിക്കുകയാണ്. അപ്പോഴാണ് മലക്കുകൾ വിളിക്കുന്നത് സന്തോഷമറിയിക്കാൻ. എന്താ സന്തോഷമറിയിക്കുന്നത്? അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ, അല്ലാഹു തആല യഹ്യ എന്ന ഒരു മകനെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമറിയിക്കുന്നുണ്ട്. കേവലം ഒരു മോനല്ല, ആ മോൻ എങ്ങനെയുള്ള മോനാണ്? മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹി, അല്ലാഹുവിന്റെ കലിമത്തിനെ നല്ലപോലെ ഇവിടെ സ്ഥാപിക്കുന്ന മോനാണ്. വസയ്യിദൻ, നല്ല നേതാവായ മോനാണ്. വഹസൂറൻ, ആത്മീയമായി നല്ലപോലെ സൂക്ഷ്മതയുള്ള മഹാനാണ്. വനബിയ്യൻ മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണ്, നബിയാണ്. അതുകൊണ്ടാ പറഞ്ഞത് ഈ ദുആ ഇഅ്താഹുൽ വലദ വഹുവ ഖുവ്വത്തുൻ, നല്ല ഖുവ്വത്തുള്ള മോനാണ് എന്ന് പറയാൻ കാരണം നല്ല നേതാവാണ്, നബിയാണ്, മഹാന്മാരിൽപ്പെട്ടവരാണ്, ആത്മീയമായി വലിയ സൂക്ഷ്മതയുള്ള ആളാണ്, എല്ലാ നിലക്കും ഖുവ്വത്തുള്ള ആളാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടി. മൂന്നാമത്തത് നോക്കൂ, മൂന്നാമത്തെ പ്രത്യേകത എന്താ? ഈ സന്തോഷ വാർത്തയിൽ അള്ളാഹു തന്നെ പേരങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. നല്ലൊരു പേര് അല്ലെ? കുട്ടികൾ ജനിക്കുന്ന സമയത്ത് നല്ല പേരിടണം. ഒരു കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞിന് പേര് വേണമല്ലോ, ആ പേര് നല്ല പേരാകണം. എന്ത് യഹ്യ എന്ന് പേരിടാനുള്ള കാരണം മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. എന്താ യഹ്യ? ഹയ്യൻ, ജീവനുള്ളത്, ജീവനുള്ള ഉണ്ടാക്കുന്നവൻ, ഉടലെടുക്കുന്നവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. എന്ത് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം എന്നറിയോ? മഹാനായ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് പ്രായമെത്തിയ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നാണ് ജനിക്കുന്നത്. ഒരു പ്രതീക്ഷയില്ല ഇനിയൊരു കുഞ്ഞുണ്ടാകും. അങ്ങനെയുള്ളവരുടെ രണ്ടുപേരുടെ ഇടയിൽ നിന്ന് അവരുടെ ദീനിനെ ഇഹ്യാ ചെയ്യാൻ, അവരുടെ അനന്തരാവകാശികൾ ഇഹ്യാ ചെയ്യാൻ എല്ലാ നിലക്കും ഒരു ജീവൻ നൽകുന്ന മകനാണ് വരുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല യഹ്യ എന്ന് പേരിട്ടു. പേര് എന്തെങ്കിലും ഒരു അർത്ഥമുള്ള പേരാവണം അല്ലേ? നമ്മൾ ഇന്ന് ഇടുന്ന പേരുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അർത്ഥം ചോദിച്ചൊരു പേരുണ്ടാക്കി, മുമ്പൊക്കെ നല്ല അർത്ഥമുള്ള പേര് പറഞ്ഞു കൊടുക്കാനാ പറയാം. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു പേരുണ്ടാക്കിയിട്ട് വരുന്നിട്ട് നമ്മളതിന് അർത്ഥം ഉണ്ടാക്കണം. അങ്ങനത്തെ പണിയാണ് ഇപ്പോ അല്ലേ? എന്നാ നോക്കൂ നിങ്ങൾ, പേര് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് പേരിടണം. എന്താ പേരിടേണ്ടത്? ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത് കാണാം. പേരിടാൻ ഏറ്റവും നല്ല പേരേതാ? കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ വഅഫ്ളലുൽ അസ്മാഇ അബ്ദുല്ലാഹി വഅബ്ദുറഹ്മാൻ, ഏറ്റവും ശ്രേഷ്ഠമായ പേര് അബ്ദുല്ലാ എന്നാണ്. ഫത്ഹുൽ മുഈൻ, ഏറ്റവും ശ്രേഷ്ഠമായ പേര് അബ്ദുല്ലാ. അത് കഴിഞ്ഞാൽ വഅബ്ദുറഹ്മാൻ, പിന്നെ അബ്ദുറഹ്മാൻ എന്ന പേരാണ്. എന്നിട്ടോ പിന്നെ അള്ളാഹുവിന്റെ അബദ് ചേർത്ത് പറയുന്ന അള്ളാഹുവിൻ അബ്ദുൽ കരീം, അബ്ദുർ റസാഖ്, അള്ളാഹുവിന്റെ അസ്മാകളോട് ചേർത്ത് അവന്റെ അടിമ എന്ന് ചേർത്തി പറയുന്ന പേരുകളുണ്ട്. അതുപോലെ തന്നെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകളായ മുഹമ്മദ് എന്ന പേര്, അത് കഴിഞ്ഞാൽ അഹമ്മദ് എന്ന പേര്, ഇതൊക്കെ ചേർത്ത് നമ്മുടെ മക്കൾക്ക് പേരിടൽ സുന്നത്തുള്ള നാമങ്ങളാണ്. ഏറ്റവും അഫ്ളലായ നാമങ്ങളിൽ പെട്ടതാണ്. അതേ സമയത്ത് നബിമാരെ പേരിടാം. എന്നാൽ ഹറാമാകുന്ന ചില പേരുകളുണ്ട്. പടച്ചോന്റെ പേരിടാൻ പറ്റൂല. മാലിക്കുൽ മുലൂക്ക് ഒരാളെ പേരാ,
പറ്റൂല, പേരിടാൻ പറ്റൂല. ഖാദിൽ ഖുലാത്ത് അള്ളാഹുവിന് അധികാരപ്പെട്ട പേരുകളാണ്. ഹാക്കിമുൽ ഹുക്കാം അള്ളാഹുവിന് അധികാരപ്പെട്ട പേരാണ്. അബ്ദുൻ നബി പറ്റൂല, ഒരു നബിന്റെ അടിമ എന്ന് പറയാൻ പറ്റൂല, അള്ളാഹുവിനാണ് അടിമയുള്ളൂ. ജാറുള്ള അള്ളാന്റെ അയൽവാസി പറയാൻ പറ്റൂല. ഇങ്ങനെയുള്ള ചില പേരുകളൊന്നും പറ്റൂല. അള്ളാന്ന് പേരുണ്ടോ? എവിടെ ഒരു ആരോ ഒരാൾ പറഞ്ഞല്ലോ അള്ളാന്ന് പേരുള്ള, ഇവിടെയാണത് ഇല്ലല്ലേ? ഒരു ഇരട്ടപ്പേര് ആരോ പൊന്നാളിഞ്ഞോട് പറഞ്ഞു, അള്ളാന്നാണ് അയാളെ ഇരട്ടപ്പേര്. ഇവിടെ ഉണ്ടോ? ഇവിടുന്നാണ് എനിക്ക് അറിഞ്ഞൂടാ, എവിടെ നിന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അള്ളാന്ന് പേരിടാൻ പറ്റൂല, ഒരാൾക്ക് അള്ളാന്ന് പേരിടാൻ. അങ്ങനെ അള്ളാഹുവിന്റെ പേരുകൾ, അള്ളാഹുവിന് മാത്രം ഖാസായ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ അങ്ങനെ ഇടാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് പേരിടുമ്പോ സൂക്ഷിക്കണം. ഇന്ന് പേരിന് അർത്ഥമല്ല, നല്ല പേരിടുമ്പോ നന്നാക്കി പേരിട്ട് കഴിഞ്ഞാൽ ആ മോനതിനായ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവുന്ന അർത്ഥം നോക്കിയിട്ട് പേരിടണം. അർത്ഥം നോക്കിയിട്ട്. ഇത് ഇന്ന് എവിടെയും കേൾക്കാത്ത പേരാണ് നമ്മൾ തിരയുക. എന്നാൽ ആരോ ഒരാൾ ഇരട്ട കുട്ടിയൊക്കെ പേര് വെച്ച് വിളിച്ചപ്പോ ഖുബ്സി വൽ ഖബായിസി എന്ന് പറഞ്ഞെടുത്തു എന്നാണ്. എവിടെയും കേൾക്കാത്ത പേരാണ്. കക്കൂസ് പോകുമ്പോ ചെല്ലണല്ലേ ഖുബ്സി വൽ ഖബായിസി, ആരുടാത്ത പേര്. ഇങ്ങനെ വെറൈറ്റി പേരുകളാണെന്ന് ആളുകൾ ആലോചിക്കുന്നത്. എന്റെ മോനെ ലോകത്തെവിടെയില്ലാത്ത പേര് അല്ലാഹു തആല യഹ്യാ നബിക്ക് ഇട്ടുകൊടുത്ത പേര് ഇതുവരെ വരാത്ത പേരാണ്. അതൊക്കെ പക്ഷെ അത് പടച്ച റബ്ബ് ഇട്ടുകൊടുത്ത പേരാണ്, എവിടെയും വരാത്ത പേര്. എന്നാൽ നമ്മളൊന്ന് തരയാണ്. ഇത്രയും കാലം കൊണ്ട് മാറി മറിഞ്ഞിട്ട് നമ്മളൊരു അർത്ഥമുള്ള പേര്, നമ്മൾ അല്ലെങ്കിൽ ഒരു മഹാന്മാരെ പേര്, നല്ല അർത്ഥമുള്ള പേരിടണം. അള്ളാഹുവിന് വലിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നാമങ്ങൾ. അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ജനിച്ച് 7-ാം ദിവസം ആ കുഞ്ഞിന് പേര് വിളിക്കണം, ആ കുഞ്ഞിന്റെ മുടി കളയണം, ആ കുഞ്ഞിന്റെ പേരിൽ അക്കിക്ക ഇറക്കണം, അല്ലേ? എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. 7ന്റെ അന്ന് നമ്മൾ ആ കുഞ്ഞിന് പേര് വിളിക്കണം. പേര് വിളിക്കലും അക്കിക്കത്തറക്കലും മുടി കളയലും ഇതിലേതാണ് ആദ്യം ചെയ്യേണ്ടത്? പല ആളുകൾക്ക് സംശയം ഉണ്ടാകലുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു, 7ന്റെ അന്നാണ് ഇത് ചെയ്യേണ്ടത്. ആ 7ന്റെ അന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ 14-ന് ചെയ്യണം. അതിന് പറ്റിയില്ലെങ്കിൽ പിന്നെ 21-ന് ചെയ്യണം. അതിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ 7ന്റെ ഗുണിതങ്ങളിൽ ചെയ്തു പോകലാണ് സുന്നത്ത്. അപ്പൊ 7ന്റെ അന്ന് ആദ്യം പേരിടാണോ വേണ്ടത്, അക്കീക്കറുക്കാണോ വേണ്ടത്, മുടി കളയാണോ വേണ്ടത്? ആദ്യമായിട്ട് അത്തസ്മിയത്തു, ഒന്നാമതായി കുഞ്ഞിന് പേര് വിളിക്കണം. വദ്ദബ്ഹു, പിന്നീട് ആ കുഞ്ഞിന്റെ പേരിൽ അറവ് നടക്കണം. വൽ ഹൽഖു, പിന്നെ കുഞ്ഞിന്റെ തലയിലെ മുടി കളയണം. ഇത് ഈ ഓർഡറിലാണ് ചെയ്യേണ്ടത്. ചില ആളുകൾ അവിടെ കത്തിവെച്ചു ഇവിടെയും കത്തിവെച്ചു എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഈ പോത്തിന്റെ കഴുത്തിലും കത്തിയേക്ക, കുഞ്ഞിന്റെ തലയിലും മുടി കളയാനും കത്തിയേക്ക, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആചാരങ്ങൾ ഉണ്ടാവുന്നില്ല. സുന്നത്തായ രൂപം ആദ്യം പേര് വെക്കുക, 2ാമത് അറവ് നടത്തുക, 3ാമത് മുടി കളയുക. ഇതാണ് സുന്നത്തായ രൂപം ഉള്ളത്. അപ്പൊ ഏതായാലും ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ നല്ല രീതികളും സുന്നത്തായ രൂപങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. നോക്കൂ നിങ്ങൾ, യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല സന്തോഷ വാർത്ത അറിയിച്ചു. അല്ലാഹു തആല സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടാണ് സന്തോഷ വാർത്ത. ആരാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം? വലിയ പ്രായമുള്ള വല്ലിപ്പായിട്ടുണ്ട്. സക്കരിയ നബിന്റെ വയസ്സ് കേൾക്കണോ? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 100-ന് മുകളിൽ വയസ്സുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ആരാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിലുള്ള മഹാനാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സുലൈമാൻ നബിയുടെ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒക്കെ പരമ്പരയിലുള്ള പ്രവാചകരാണ് സക്കരിയ നബി. ആ നബിയുടെ പേര് വിശുദ്ധ ഖുർആനിൽ 7 പ്രാവശ്യം അല്ലാഹു തആല ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സക്കരിയ നബിയുടെ പേര് ഖുർആനിൽ 7 തവണ പറഞ്ഞിട്ടുണ്ട്. ആ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനാണ് യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ 2 പ്രവാചകന്മാരും ബനൂ ഇസ്രായേലിൽ ഏറ്റവും അവസാനമായി ഈസാ നബിയുടെ തൊട്ടു മുമ്പ് വന്ന 2 പ്രവാചകന്മാർ ഇവരാണ്. ബനൂ ഇസ്രായേൽ ഒരുപാട് പ്രവാചകൻ, നമ്മൾ ജില്ല തോറും പ്രവാചകന്മാർ പറഞ്ഞമാതിരി ഓരോ സ്ഥലത്തും പ്രവാചകന്മാർ നിരവധി വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം വന്ന ആളാണ്, നബിയാണ് മഹാനായ നബിയുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പ് യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹി സ്വലാത്തു. ഈ ഏറ്റവും അവസാനം വന്ന പ്രവാചകന്മാരാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമും യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും. ആ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാന നജ്ജാറൻ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആശാരിയായിരുന്നു.
കൈത്തൊഴിലെടുത്ത് ജീവിക്കുന്ന മഹാനായിരുന്നു. കമാകാന ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കൈത്തൊഴിലെടുത്ത് ജീവിച്ചതുപോലെ തന്നെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമും കൂലിപ്പണിയെടുത്ത് ജീവിച്ച ആളാണ് എന്നർത്ഥം. അപ്പൊ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും കൈത്തൊഴിലെടുത്തിരുന്നു. പ്രവാചകന്മാരിൽ പല ആളുകളും ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതാണ്, അങ്ങോട്ട് കടക്കുന്നില്ല. ഏതായാലും സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ മഹാനായിരുന്നു. ആ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പോറ്റുപുത്രിയായിരുന്നു മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ഈ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം യഹ്യാ നബിയും ജ്യേഷ്ഠത്തി അനുജത്തി മക്കളാണ് എന്ന് പറഞ്ഞു അല്ലെ. ഹന്ന എന്നവരുടെയും ഇശാ എന്നവരുടെയും രണ്ടുപേരും ജ്യേഷ്ഠത്തി അനുജത്തി സഹോദരിമാരാണ്. ഇവരുടെ രണ്ടുപേരുടെയും മക്കളാണ് മറിയം ബീവിയും യഹ്യാ നബിയും. യഹ്യാ നബി സക്കീര നബിയുടെ മോനാണ്, ഹന്ന ബീവിന്റെ മോളാണ് മറിയം ബീവി. ഇങ്ങനെ മറിയം ബീവിയുടെ ഉപ്പ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു. അപ്പൊ പിന്നെ ഇവരെ പരിപാലനം ഏറ്റെടുക്കുന്നത് ആരാന്നറിയോ? ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് അല്ലെങ്കിൽ അനിയത്തിന്റെ ഭർത്താവ് മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് മറിയം ബീവിനെ പോറ്റി വളർത്തിക്കൊണ്ടുവരുന്നത്. ഇമ്രാൻ എന്നാണ് മറിയം ബീവിന്റെ പിതാവിന്റെ പേര്. ചെറുപ്പത്തിൽ മരണപ്പെട്ടു ഈ ഇമ്രാൻ എന്നവർ. അപ്പോ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവായ മറിയം ബീവി, ആ മറിയം ബീവിയുടെ പോറ്റുപ്പയായിരുന്നു ആര്? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ ഗർഭിണിയാകുന്നതിന്റെ തൊട്ട് മുമ്പാണ്, മറിയം ബീവി ഗർഭിണിയാകുന്നതിന്റെ ഒരു 6 മാസം മുമ്പാണ് മഹദിയായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ ഗർഭിണിയാകുന്നത്, യഹ്യാ നബിനെ. മറിയം ബീവി ഗർഭിണിയാകുമ്പോൾ ആകെ 13 വയസ്സുള്ളൂ കേട്ടോ. 13 വയസ്സാണുള്ളത്. ആ മറിയം ബീവിക്ക് നമ്മളെ ചരിത്രത്തിലേക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വരും. കാരണം ഈ ആ ചരിത്രത്തിലേക്ക് എത്തണമെങ്കിൽ ഈ സൂറത്തിന് ഒന്ന് ബാക്കോട്ട് പോകണം. ആലിമ്രാനിൽ കുറച്ച് ഭാഗം പറയണം, എന്നാലേ നമുക്ക് ഈസാ നബിന്റെ ഒറിജിനൽ ചരിത്രത്തിലേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നത്തോടെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ഒരു ചരിത്രം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ആലിമ്രാനിലേക്ക് പോയാലാണ് നമ്മുടെ മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് ശരിക്കും കടന്നു വരാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ഓർമ്മക്ക് വേണ്ടി പറയാണ്, മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം 13 വയസ്സിലാണ് ആ മറിയം ബീവി ഗർഭിണിയാകുന്നത്. ആ മറിയം ബീവി ഗർഭിണിയാകുന്നതിന്റെ 6 മാസം മുമ്പാണ് യഹ്യാ നബിനെ സക്കരിയ നബിന്റെ ഭാര്യയ്ക്ക് ഗർഭം ചുമക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, അങ്ങനെ സന്തോഷ വാർത്തയാണ്. യാ സക്കരിയ, ഓ സക്കരിയ നബിയെ, ഇന്നാ നുബശ്ശിറുക ബിഗുലാം, നിങ്ങൾക്കൊരു ചെറിയ നല്ല മോന് വരുന്നുണ്ട്, സന്തോഷ വാർത്ത. ആ മോൻ നിങ്ങൾ അനന്തരം എടുക്കുന്ന മോനാണ്. ഇസ്മുഹു യഹ്യാ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ, നല്ല പേര് വെച്ചു, യഹ്യ എന്നാണ് പേര്. വേറെ ആരും ഇതുപോലെ മുമ്പ് നൽകിയിട്ടില്ല. എന്നാൽ അർത്ഥമുള്ള പേരാണ്. പേരിനും അർത്ഥത്തിനും അതുപോലെ തന്നെ ആശയത്തിനും എല്ലാം ഒക്കുന്ന പേരാണ്. അപ്പൊ മഹാനായ സക്കരിയ നബി ചോദിക്കാണ്, പഠിച്ചോനെ, ഖാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാമുൻ വകാനത് ഇംറാതി ആഖിറൻ വഖദ് ബലഗതു മിനൽ കിബ്രി ഇതിയാ. പഠിച്ചോനെ, ഒരു ഡൗട്ടല്ല, ഒരു ഉറപ്പിക്കാൻ വേണ്ടി ഒരു ചോദ്യം. ഖാല റബ്ബി, പഠിച്ചോനെ, അന്നാ യകൂനു ലീ ഗുലാമുൻ വകാനത് ഇംറാതി ആഖിറൻ, എനിക്കിനി കുട്ടി ഉണ്ടാവും തന്നെയാണോ പറയുന്നത്? സന്തോഷ വാർത്ത ഓക്കെ തന്നെയാണോ? എനിക്കിനി മോനുണ്ടാകുമെന്നാണോ? കാരണം എന്റെ വയസ്സ് എത്രയെന്നറിയോ? എന്റെ ഭാര്യ വല്ലാതെ വൃദ്ധയായിട്ടുണ്ട്. എന്നാലോ വഖദ് ബലഗതു മിനൽ കിബ്രി ഇതിയ, ഞാനാണെങ്കിലോ പ്രായമായ എന്റെ തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞു പോയിട്ടുണ്ട്. അത്രക്ക് പ്രായമുള്ള ആളായി. വയസ്സ് എത്രയെന്ന് കേൾക്കണോ നിങ്ങൾക്ക്? മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വയസ്സ് 120 വയസ്സാണ്. അന്നത്തെ വയസ്സ് 120ാമത്തെ വയസ്സിലാണ് മക്കളില്ല എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഭാര്യന്റെ വയസ്സ് എത്രയാണ്? 98 വയസ്സാണ്. ഭാര്യന്റെ വയസ്സ് 98. ഇങ്ങനെയുള്ള ചുക്കിച്ചുളിഞ്ഞ തൊലിയുള്ള വളരെ പ്രായമെത്തിയ ഒരു വല്യമ്മയും വല്യപ്പയും പഠിച്ചവനോട് ഇരുന്ന് ദ്വയർക്കാണ്, പഠിച്ചവനെ നല്ലൊരു കുട്ടിനെ വേണം ദ്വയർന്നപ്പോ അല്ലാഹ് സന്തോഷ വാർത്ത അറിയിച്ചപ്പം ഒന്നും കൂടി ഉറപ്പിക്കാൻ ഒരു ചോദ്യം. പഠിച്ച റബ്ബേ, ഞങ്ങൾ നല്ല പ്രായമായി പോയവരാണ്, എന്റെ ഭാര്യക്കും അല്ലാതെ പ്രായമുണ്ട്, ഞങ്ങൾക്ക് ഇനി ഒരു കുട്ടി വരിക എന്നുള്ളത് സാധ്യമാണോ പഠിച്ച റബ്ബേ? ഇത്ര പ്രായമുള്ള ഒരു ദമ്പതികൾക്ക് അല്ലാഹു തആല മക്കളെ കൊടുക്കുകയാണ്.
അപ്പൊ അല്ലാഹു തആല തിരിച്ചിങ്ങോട്ടൊരു കാര്യം പറയുന്നുണ്ട്. മലക്കുകൾ വഴി ഇങ്ങനെ വഹി അറിയിച്ചു കൊടുക്കാണ്. പടച്ച റബ്ബ് പറയുന്നുണ്ട്, ഖാല, അല്ലാഹു പറയുന്നു, ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിനുൻ. അല്ലയോ സക്കരിയ നബിയെ, നിങ്ങളെ രണ്ടുപേരിൽ നിന്ന് ഒരു കുഞ്ഞിനുണ്ടാക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമൊന്നുമില്ല. ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിനുൻ വഖദ് ഖലഖതുക മിൻ ഖബ്ലു വലം തകു ശൈആ. നിങ്ങൾ മുമ്പ് ഒരു വസ്തു ആയിരുന്നില്ല, ഒന്നും അല്ലാത്ത സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തില്ലേ? ആ പടച്ച റബ്ബിന് ഇനിയിപ്പോ നിങ്ങൾക്ക് രണ്ടാളിൽ നിന്ന് ഒരു മോനുണ്ടാക്കാൻ എന്താ പണിയുള്ളത്? നിങ്ങൾ തമ്മിൽ ബന്ധപ്പെടാനുള്ള ഖുവ്വത്ത് അല്ലാഹു നൽകും. വയസ്സായി പോയ, ഇനി മക്കളുണ്ടാകൂല എന്ന് പ്രതീക്ഷിച്ച, മെൻസസ് അടക്കം നിന്നുപോയ ആ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇനിയും മക്കളുണ്ടാകാനുള്ള അതിനു വേണ്ട ഒരു തയ്യാറെടുപ്പ് പടച്ച റബ്ബ് നടത്തും. അത് ഈ നിങ്ങളെ ഉണ്ടാക്കിയ, ഒന്നുമല്ലാത്തതിൽ നിന്ന് നിങ്ങളുണ്ടാക്കിയ പടച്ച റബ്ബിന് ഇനി നിങ്ങളിൽ നിന്നൊരു മോനെ ഉണ്ടാക്കുക എന്നുള്ള പ്രയാസമല്ല. അള്ളാഹുവിന്റെ മറുപടി വന്നു. നോക്കൂ, നിങ്ങൾ മക്കളില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ഓതാൻ പറ്റിയ ഒരു ആയത്തുകൂടെയാണ് ഈ ദഅവത്തു സക്കരിയ. മറിയം സൂറത്തിന്റെ തുടക്കത്തിൽ ആയത്തുകൾ, സക്കരിയ നബി മക്കളില്ലാന്നിട്ട് ഓതിയ ആയത്ത്, നടത്തിയ പ്രാർത്ഥന, മക്കളില്ലാത്തവർക്കൊക്കെ ചെല്ലാൻ കൊടുക്കാൻ പറ്റിയ ആയത്താണിത്. ഏതാണ് ആയത്ത്? സൂറത്തു മറിയമിന്റെ തുടക്ക ഭാഗത്തിൽ 1, 2, 3 ആയത്ത് മുതൽ ഓതാം, അല്ലെങ്കിൽ 4 മുതൽ ഓതാം. ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി വസ്തഅല الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله ربي رضيا. ഈ ആയത്തിൽ എനിക്ക് മക്കളുണ്ടാകണോ എന്ന് ഉദ്ദേശിച്ചിട്ട് ആയത്ത് ഓതിയാൽ അതിന് ഫലം ഉണ്ടാകും. അപ്പൊ മക്കളില്ലാത്തവർക്ക് ഓതാൻ പറ്റിയ ഒരു ആയത്ത് കൂടെയാണ്. ഏതായാലും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പടച്ച റബ്ബ് പറയാണ്, നിങ്ങൾ എന്തിനാ ഡൗട്ട് അടിക്കണത്? നിങ്ങളൊന്നും അല്ലാത്ത സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ നിങ്ങൾ രണ്ടാളിൽ നിന്ന് ഒരു മോനുണ്ടാക്കാൻ നമുക്കാണ് വലിയ പണിയുള്ളത്? ഒരിക്കലുമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സന്തോഷ വാർത്തയുണ്ട്. അപ്പൊ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഖാല റബ്ബി ജഅൽ ലി ആയതൻ ഖാല ആയതുക അല്ലാ തുകല്ലിമൻ നാസ്. അതിനൊരു ദൃഷ്ടാന്തം വേണല്ലോ പടച്ചോനെ, ഒരു അടയാളം വേണല്ലോ. എന്റെ ഭാര്യ ഗർഭിണിയാന്നുള്ളതിന് ഒരു അടയാളം വേണം. അപ്പൊ പടച്ചോൻ പറഞ്ഞു, പ്രത്യേകിച്ച് അടയാളമൊന്നും വേണ്ട, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഖാല ആയതുക അല്ലാ തുകല്ലിമൻ നാസ് സലാസ ലയാലിൻ സവിയ്യാ. നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങൾക്ക് മിണ്ടാൻ കഴിയാത്ത പ്രശ്നങ്ങളോ അംഗവൈകല്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ജനങ്ങളോട്, നിങ്ങൾ അനുയായികളോട് ഒന്നും മിണ്ടരുത്. 3 ദിവസം മിണ്ടാൻ പാടില്ല. 3 ദിവസം മിണ്ടരുത്. ഭാര്യ ഗർഭിണിയെന്ന് അറിഞ്ഞോട്ടെ. 3 ദിവസം നിങ്ങൾ മിണ്ടാൻ പാടില്ല. പിന്നെ അവരോടൊക്കെ നിങ്ങൾ ആക്ഷൻ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ഫഖറജ അലാ ഖൗമിഹി മിനൽ മിഹ്റാബ്. അപ്പൊ മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ഇബാദത്തിന്റെ, മിഹ്റാബ് എന്ന് പറഞ്ഞാൽ നമ്മളെ പള്ളിന്റെ മിഹ്റാബ് അല്ലട്ടെ ഉദ്ദേശിക്കണേ, അത് മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞ മിഹ്റാബ് പള്ളിന്റെ മിഹ്റാബ് അല്ല. അത് ഇനി മറിയം ബീവിനെ പറ്റി പറയുമ്പോഴും കാണാം മറിയം ബീവിന്റെ മിഹ്റാബ് എന്ന് പറയുന്നു. അത് നമ്മൾ പോയിട്ടില്ല. ബൈത്തുൽ മുഖദ്ദസിന്റെ അവിടെ പോയാൽ ഇപ്പോഴും കാണാന്ന് പറയുന്നുണ്ട്. മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം, ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്താണ് ഇപ്പൊ ഇതൊക്കെ സംഭവം നടക്കണേ. മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ഇബാദത്തിന് വേണ്ടി ഇരുന്നിരുന്ന ഒരു ചെറിയ ഉയരത്തിലൊരു കൂടാരം, ഒരു റൂം, അതാണ് മിഹ്റാബ് എന്ന് പറയുന്നത്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇരുന്നിരുന്ന ഒരു കൂടാരം, അതുപോലും ഇപ്പോഴും അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പോയവരൊക്കെ പറയുന്നു. അല്ലാഹു തആല നമുക്കൊക്കെ അവിടെ പോകാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോ അതിനാണ് ഈ മിഹ്റാബ് എന്ന് പറയുന്നത്. ഉദ്ദേശിച്ച ഒരു ഇബാദത്തിനായി കൂടിയിരുന്ന, ഇബാദത്തിന് വേണ്ടി മാത്രം കരുതി വെച്ച ഒരു സ്ഥലം, ഒരു റൂം എന്നാണ് അതുകൊണ്ട് അർത്ഥമുള്ളൂ. അപ്പൊ ഈ മിഹ്റാബിൽ നിന്ന്, ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്നു മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളിലേക്ക്. എന്നിട്ടോ പള്ളിയിലേക്ക് വന്നു. അപ്പം അവരൊക്കെ എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്, സക്കരിയ നബിനെ കാത്തു നിൽക്കുകയാണ്. ഫൗഹാ ഇലൈഹിം അൻ സബ്ബിഹൂ ബുക്റതൻ വഅശിയ്യാ. അപ്പൊ മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് സംസാരിച്ചില്ല. ആംഗ്യ ഭാഷയിൽ ഇശാറത്ത് കൊണ്ട് ഇശാറത്ത് ചെയ്തു.
എന്താ ഇശാറത്ത് ചെയ്ത് അവരോട് നിസ്കരിക്കാൻ, ബുക്റത്തം വഅശിയ, രാവിലെയും വൈകുന്നേരവുമുള്ള ഇബാദത്തെടുക്കാൻ വേണ്ടി അവരോട് സംസാരിക്കാതെ ആംഗ്യ ഭാഷയിൽ അല്ലാഹു തആല പറഞ്ഞ രൂപത്തിൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ചു, ആംഗ്യ ഭാഷയിൽ സംസാരിച്ചു. അപ്പൊ ഇവിടെ അള്ളാഹുവിനോട് പറയാണ്, ഈ സന്തോഷ വാർത്ത അറിഞ്ഞപ്പോ ഭാര്യ ഗർഭിണിയാണ് എന്ന് അറിയിക്കാൻ ഒരു ആയത്ത് വേണം, ഒരു ദൃഷ്ടാന്തം വേണം എന്ന നിലക്ക് മാത്രമാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ചോദിക്കുന്നത്. ഇനി ഇതിന്റെ ബാക്കിയുള്ള ഭാഗത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ ജനിച്ചു, പിന്നെ ജനിച്ചു, ഇനി പേരിനോട്ടിക്കൊണ്ടൊന്നും പറഞ്ഞില്ല. അത് ഖുർആനാണ്, ഖുർആൻ ചോട്ടാക്കിട്ടല്ലേ പറയുള്ളൂ. ഇനി പ്രസവത്തിനുണ്ടായി അങ്ങോട്ടോ ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയൊന്നും പറയില്ലല്ലോ. ചുരുക്കി പറഞ്ഞിട്ട് ബാക്കി ഇതുവരെ പറഞ്ഞ ബാക്കി അടുത്ത ആയത്തില് പിന്നെന്താ, യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ വആതൈനാഹുൽ ഹുക്മ സബിയ. പിന്നെ കുട്ടി ജനിച്ചിട്ടുണ്ട്, പിന്നെ ആ കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ അല്ലാഹു തആല വലിയ വിവരം, ഇൽമ കൊടുക്കുന്നു, ഹിക്മത്ത് കൊടുക്കുന്നു, വഹീ നൽകുന്നു. അതാണ് ഇനി പറയാൻ പോകുന്ന, ആ കുട്ടി നല്ലൊരു മോനായി മാറി എന്ന്. അപ്പോ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആലയോട് മക്കളില്ല എന്ന് ദുആ ചെയ്തപ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ ദുആയിന് അല്ലാഹു തആല നേരത്തെ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു. മോനില്ലാതെ 120 വയസ്സായ ഉപ്പാക്കും 98 വയസ്സായ ഉമ്മാക്കും ഒരു പുന്നാര മോൻ മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിറന്നു. അല്ലാഹു തആല ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം പറയണം. അല്ലാഹു തആല അത് പരിപൂർണമായി പറയാനും ഖുർആനിനെ നല്ലപോലെ പറയാനും അത് കേൾക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ.